अथ त्रयोदशोऽध्यायः। अर्जुन उवाच प्रकृतिं पुरुषं चैव क्षेत्रं क्षेत्रज्ञमेव च एतद्वेदितुमिच्छामि ज्ञानं ज्ञेयं च केशव। श्रीभगवानुवाच इदं शरीरं कौन्तेय क्षेत्रमित्यभिधीयते एतद्यो वेत्ति तं प्राहुः क्षेत्रज्ञ इति തദ്വിദഃ. അർജുനൻ പറഞ്ഞു, അല്ലയോ പ്രിയപ്പെട്ട കൃഷ്ണ, പ്രകൃതി, പുരുഷൻ, ക്ഷേത്രം, ക്ഷേത്രജ്ഞൻ, ജ്ഞാനം, ജ്ഞാനത്തിന് വിഷയീഭവിക്കുന്നത്, ഇവയെക്കുറിച്ചെല്ലാം അറിയാൻ എനിക്കാഗ്രഹമുണ്ട്. പരമദിവ്യോത്തമ പുരുഷൻ പറഞ്ഞു, കുന്തിപുത്ര, ഈ ശരീരം ക്ഷേത്രമെന്ന് പറയപ്പെടുന്നു. ഇതിനെ അറിയുന്നവൻ ക്ഷേത്രജ്ഞനുമത്രേ. ക്ഷേത്രജ്ഞം ചാപി മാം വിദ്ധി സർവക്ഷേത്രേഷു ഭാരത. ക്ഷേത്രക്ഷേത്രജ്ഞയോഃ ജ്ഞാനം യത് തജ്ഞാനം മതം മമ. ഹേ ഭാരതവംശജ, സർവശരീരങ്ങളിലും കുടികൊള്ളുന്ന ജ്ഞാനം ക്ഷേത്രജ്ഞനാണെന്ന് നീ അറിയണം. ഈ ശരീരമാകുന്ന ക്ഷേത്രത്തെയും ക്ഷേത്രജ്ഞനെയും കുറിച്ചുള്ള അറിവാണ് ജ്ഞാനം. ഇതാണ് എന്റെ അഭിപ്രായം. തക്ഷേത്രം യച്ഛ യാദൃക്ഛ യദ്വികാരി യതശ്ച യത് സചയോ യത്പ്രഭാവശ്ച തത്സമാസേന മേ ശൃണു. ഈ കർമ്മക്ഷേത്രം, അതിന്റെ ഘടന, അതിന് നേരിടുന്ന മാറ്റങ്ങൾ, അതിന്റെ ഉത്ഭവകാലം, കർമ്മക്ഷേത്രങ്ങളുടെ ജ്ഞാതാവ്, ജ്ഞാതാവിന്റെ സ്വാധീനത, ഇവയെക്കുറിച്ചെല്ലാം ഞാൻ സംക്ഷിപ്തമായി പറഞ്ഞുതരാം. ദയവായി കേൾക്കൂ. ഋഷിഭിർബഹുധാ ഗീതം ഛന്ദോഭിഃ വിവിധൈഃ പൃഥക് ബ്രഹ്മസൂത്രപദൈശ്ചൈവ ഹേതുമദ്ഭിഃ വിനിശ്ചിതൈഃ. പ്രവർത്തന മേഖലയെയും അതിന്റെ ജ്ഞാതാവിനെയും കുറിച്ചുള്ള ജ്ഞാനം വിവിധ വൈദിക കൃതികളിലൂടെ ഋഷീശ്വരന്മാർ നൽകിയിട്ടുണ്ട്. വിശേഷിച്ച് വേദാന്ത സൂത്രത്തിൽ കാര്യകാരണസഹിതം ഇത് സമർത്ഥിക്കപ്പെട്ടിരിക്കുന്നു. മഹാഭൂതാനി അഹങ്കാരോ ബുദ്ധിഃ അവ്യക്തമേവ ച ഇന്ദ്രിയാണി ദശൈകം ച പഞ്ചചേന്ദ്രിയഗോചരാഃ ഇച്ഛാദ്വേഷഃ സുഖം ദുഃഖം സംഘാതഃ ചേതനാധൃതിഃ ഏതക്ഷേത്രോ സമാസേന സവികാരം ഉദാകൃതം. 5 മഹാഭൂതങ്ങൾ, മിഥ്യാഹങ്കാരം, ബുദ്ധി, അവ്യക്തത, 10 ഇന്ദ്രിയങ്ങൾ, മനസ്സ്, 5 ഇന്ദ്രിയ വിഷയങ്ങൾ, രാഗദ്വേഷങ്ങൾ, സുഖദുഃഖങ്ങൾ, സമദൃഷ്ടി, ജീവലക്ഷണങ്ങൾ, ദൃഢവിശ്വാസം എന്നിവയും ചുരുക്കത്തിൽ ക്ഷേത്രമായും അതിന്റെ പ്രതിപ്രവർത്തനങ്ങളായും വിവരിക്കപ്പെട്ടിട്ടുണ്ട്.
अमानित्वम् अदम्भित्वम् अहिंसा क्षान्तिः आर्जवम् आचार्योपासनम् शौचम् स्थैर्यम् आत्मविनिग्रहः इन्द्रियार्थेषु वैराग्यम् अनहङ्कार एव च जन्म मृत्युजरा व्याधि दुःखदोषानुदर्शनम् आसक्तिः अनभिष्वङ्गः पुत्रदार गृहादिषु नित्यं च समचित्तत्वम् इष्टानिष्टोपपत्तिषु मयि चानन्ययोगेन भक्तिः अव्यभिचारिणी विविक्तदेश सेवित्वम् अरतिः जनसंसदि अध्यात्म ज्ञाननित्यत्वम् तत्त्वज्ञानार्थ दर्शनम् एतज्ज्ञानमिति प्रोक्तम् अज्ञानम् यदतोऽन्यथा വിനയം, ഗർവില്ലായ്മ, അഹിംസ, ക്ഷമ, ലാളിത്യം, ഒരു യഥാർത്ഥാത്മീയ ഗുരുവിനെ സമീപിക്കൽ, ശുചിത്വം, സ്ഥൈര്യം, ആത്മസംയമം, ഇന്ദ്രിയ വിഷയങ്ങളിൽ അനാസക്തി, മിഥ്യാഹങ്കാരമില്ലായ്മ, ജനന മരണങ്ങൾ, വാർദ്ധക്യം, രോഗം എന്നീ പരിണാമങ്ങളുടെ ദുഃഖാത്മകതയെക്കുറിച്ചുള്ള ബോധം, വൈരാഗ്യം, മക്കൾ, ഭാര്യ, ഗൃഹം മുതലായവയിൽ നിന്നുള്ള മുക്തി, സുഖദുഃഖങ്ങളിൽ അക്ഷോഭ്യത, എന്നിൽ സ്ഥിരവും നിഷ്കളങ്കവുമായ ഭക്തി, ഏകാന്തമായ സ്ഥലത്ത് ജീവിക്കുവാനുള്ള ആഗ്രഹം, ആൾക്കൂട്ടത്തിൽ നിന്ന് വേറിട്ട് നിൽക്കൽ, ആത്മസാക്ഷാത്കാരത്തിന്റെ പ്രാധാന്യമറിയൽ, തത്വചിന്തയിലൂടെ നിരപേക്ഷ തത്വത്തെക്കുറിച്ച് അന്വേഷിക്കൽ എന്നിവയെല്ലാം ജ്ഞാനമാണെന്നും ഇവയല്ലാതെയുള്ളവയെല്ലാം അജ്ഞാനമാണെന്നും ഞാൻ പ്രഖ്യാപിക്കുന്നു. ജ്ഞേയം യത്തവക്ഷ്യാമി യജ്ഞാത്വാ അമൃതമശ്നുതേ അനാദിമത്പരം ബ്രഹ്മ ന സത്തന്നാസദുച്യതേ. ഏതൊന്നിന്റെ അറിവ് സനാതനമായതിനെ ആസ്വദിക്കുന്നതിനുതകുമോ? ജ്ഞേയമായ അതിനെപ്പറ്റി ഞാൻ വിവരിച്ചു തരാം. അനാദിയും എന്നെ ആശ്രയിച്ചുള്ളതുമാണ് ബ്രഹ്മം. ഭൗതിക ലോകത്തിലെ കാര്യകാരണങ്ങൾക്കതീതമാണത്. സർവതഃ പാണിപാദം തത് സർവതോക്ഷിശിരോമുഖം സർവതഃ ശ്രുതിമല്ലോകേ സർവമാവൃത്യ തിഷ്ഠതി. കൈകാലുകളും തലകളും മുഖങ്ങളും നേത്രങ്ങളും ചെവികളും എല്ലായിടത്തും വ്യാപിപ്പിച്ചുകൊണ്ട് പരമാത്മാവ് സർവവ്യാപിയായി സ്ഥിതി ചെയ്യുന്നു. സർവേന്ദ്രിയ ഗുണാഭാസം സർവേന്ദ്രിയ വിവർജിതം അസക്തം സർവഭൃത്യൈവ നിർഗുണം ഗുണഭോക്തൃ ച.
സർവേന്ദ്രിയങ്ങളുടെയും ഉൽപ്പത്തി സ്ഥാനമാണ് പരമാത്മാവ്. എന്നിരുന്നാലും അവിടത്തേക്ക് ഇന്ദ്രിയങ്ങളില്ല. സകല ജീവജാലങ്ങളെയും നിലനിർത്തി പോരുന്നെങ്കിലും അനാസക്തനാണ്. ത്രിഗുണാതീതനും അതേസമയം തന്നെ ഭൗതിക പ്രകൃതിയുടെ ത്രിഗുണങ്ങളുടെ യജമാനനുമാണ് അദ്ദേഹം. ബഹിരന്തശ്ച ഭൂതാനാം അചരം ചരമേവ ച സൂക്ഷ്മത്വാത് തദവിജ്ഞേയം ദൂരസ്ഥം ച അന്തികേ ച തത്. പരമതത്വം ചരങ്ങളും അചരങ്ങളുമായ എല്ലാ ജീവികളുടെ ഉള്ളിലും പുറത്തും കുടികൊള്ളുന്നു. അതിസൂക്ഷ്മഭാവം മൂലം ഭൗതികേന്ദ്രിയങ്ങൾക്ക് അദ്ദേഹത്തെ കാണാനോ അറിയാനോ കഴിയില്ല. അതിദൂരസ്ഥനെങ്കിലും ഏവർക്കും സമീപസ്ഥനുമാണ് അദ്ദേഹം. അവിഭക്തം ച ഭൂതേഷു വിഭക്തമിവ ച സ്ഥിതം ഭൂതഭർതൃ ച തജ്ഞേയം ഗ്രസിഷ്ണു പ്രഭവിഷ്ണു ച. ഓരോ ജീവിയിലും വെവ്വേറെ കാണപ്പെടുന്നുവെങ്കിലും പരമാത്മാവ് അവിഭാജ്യനാണ്, ഏകനായി സ്ഥിതി ചെയ്യുന്നു. ഭൂതജാലത്തെ നിലനിർത്തുന്നതോടൊപ്പം സംഹരിക്കുകയും സൃഷ്ടിക്കുകയും ചെയ്യുന്നത് അദ്ദേഹമാണ് എന്ന് മനസ്സിലാക്കണം. ജ്യോതിഷാമപി തജ്ജ്യോതിഃ തമസഃ പരം ഉച്യത്തെ ജ്ഞാനം ജ്ഞേയം ജ്ഞാനഗമ്യം ഹൃദി സർവസ്യ വിഷ്ഠിതം. അദ്ദേഹമാണ് സർവജ്യോതിസ്സുകളുടെയും സ്രോതസ്. പദാർത്ഥനിഷ്ഠമായ തമസിനെ അതിക്രമിച്ച് നിൽക്കുന്നതും അവ്യക്തമായിട്ടുള്ളതും അവിടുന്ന് തന്നെ. അറിവും അറിയേണ്ടുന്നതും അറിവിന്റെ ലക്ഷ്യവും സർവഹൃദയങ്ങളിലും കുടികൊള്ളുന്നതും ആ പരമപുരുഷനാണ്. ഇതി ക്ഷേത്രം തഥാ ജ്ഞാനം ജ്ഞേയം ചോക്തം സമാസതഃ മദ്ഭക്തഃ ഏതദ്വിജ്ഞായ മദ്ഭാവായ ഉപപദ്യത്തെ. കർമ്മക്ഷേത്രം, ജ്ഞാനം, ജ്ഞേയം എന്നിവയെപ്പറ്റി ഞാൻ സംക്ഷിപ്തമായി വിവരിച്ചു കഴിഞ്ഞു. എന്റെ ഭക്തന്മാർക്ക് മാത്രം ഈ വിഷയങ്ങൾ മനസ്സിലാക്കി എന്നെ പ്രാപിക്കാൻ കഴിയും. പ്രകൃതിം പുരുഷം ചൈവ വിദ്യനാദി ഉഭാവപി വികാരാംശ്ച ഗുണാംശ്ചൈവ വിദ്ധി പ്രകൃതി സംഭവാൻ. ഭൗതിക പ്രകൃതിയും ജീവജാലങ്ങളും അനാദികളാണ്. ഭൗതിക പ്രകൃതിയിൽ നിന്നും ഉത്ഭവിച്ചവയാണ് അവയുടെ വിഭിന്ന രൂപങ്ങളും ത്രിഗുണങ്ങളും എന്ന് മനസ്സിലാക്കണം. കാര്യകാരണ കർത്തൃത്വേ ഹേതുഃ പ്രകൃതിഃ ഉച്യത്തെ പുരുഷഃ സുഖദുഃഖാനാം ഭോക്തൃത്വേ ഹേതുഃ ഉച്യത്തെ. ഭൗതികങ്ങളായ എല്ലാ കാര്യകാരണങ്ങൾക്കും ഹേതു പ്രകൃതിയാണെന്നും ഈ ലോകത്തിൽ വിവിധ സുഖദുഃഖങ്ങൾക്ക് ഹേതു ജീവസത്തയാണെന്നും പറയപ്പെടുന്നു. പുരുഷഃ പ്രകൃതിസ്ഥോ ഹി ഭുങ്ക്തേ പ്രകൃതിജാൻ ഗുണാൻ കാരണം ഗുണസംഗോസ്യ സദസദ്യോനി ജന്മസു. ഭൗതിക പ്രകൃതിയിൽ
ജീവാത്മാവ് പ്രകൃതിയുടെ ത്രിഗുണങ്ങൾ അനുഭവിച്ചുകൊണ്ടുള്ള ജീവിത രീതി കൈക്കൊള്ളുന്നു. ഭൗതിക പ്രകൃതിയുമായുള്ള സമ്പർക്കത്താലാണിത്. അങ്ങനെ നല്ലതും ചീത്തയുമായ നാനായോനികളിൽ ജീവൻ പിറവിയെടുക്കുന്നു. ഉപദ്രഷ്ടാനുമന്ത ഭർത്താ ഭോക്ത മഹേശ്വരഃ പരമാത്മേതി ചാപ്യുക്തോ ദേഹേസ്മിൻ പുരുഷഃ പരഃ. ഇന്ദ്രിയാതീതനായൊരു ഭോക്താവുണ്ട്. ഈ ശരീരത്തിൽ സർവാധിപതിയും ഉപദ്രഷ്ടാവും അനുമതിദായകനുമായ ആ പരമപുരുഷനെ പരമാത്മാവെന്ന് പറയുന്നു. യ ഏവം വേത്തി പുരുഷം പ്രകൃതിം ച ഗുണൈഃ സഹ സർവഥാ വർത്തമാനോപി ന സ ഭൂയോ അഭിജായതേ. ഭൗതിക പ്രകൃതിയെയും ജീവസത്തയെയും പ്രകൃതിയിലെ ത്രിഗുണങ്ങളുടെ അന്യോന്യ ബന്ധത്തെയും വിശദമായി അറിഞ്ഞവർക്ക് നിശ്ചയമായും മോക്ഷം ലഭിക്കും. ഇപ്പോഴത്തെ അവസ്ഥ എന്തായാലും ഈ ലോകത്തിലവർ വീണ്ടും ജനിക്കില്ല. ജ്ഞാനേനാത്മനി പശ്യന്തി കേചിത് ആത്മാനം ആത്മനാ അന്യേ സാഖ്യേന യോഗേന കർമ്മയോഗേന ചാപരേ. ചിലർ ധ്യാനം കൊണ്ട് പരമാത്മാവിനെ തങ്ങളിൽ തന്നെ കാണുന്നു. മറ്റു ചിലർ തത്വശാസ്ത്രപരമായ ചർച്ചകളിലൂടെയും ചിലർ നിഷ്കാമകർമ്മയോഗം കൊണ്ടും പരമാത്മാവിനെ കണ്ടെത്തുന്നു. അന്യേത്വേവം അജാനന്തഃ ശ്രുത്വാന്യേഭ്യ ഉപാസത്തെ തേപി ചാതിതരന്ത്യേവ മൃത്യും ശ്രുതിപരായണാ. പിന്നെയും ചിലരുണ്ട്, വേണ്ടത്ര ആധ്യാത്മിക ജ്ഞാനമില്ലെങ്കിലും മറ്റുള്ളവരിൽ നിന്ന് ഭഗവച്ചരിതം കേട്ടറിഞ്ഞ് ആരാധിക്കാൻ തുടങ്ങിയവർ. പ്രാമാണികരിൽ നിന്ന് കേൾക്കുന്നതിൽ ഔത്സുക്യമുള്ളതുകൊണ്ട് അവരും ജനനമരണങ്ങൾക്കപ്പുറം കടക്കുന്നു. യാവത് സഞ്ജായതേ കിഞ്ചിത് സത്വം സ്ഥാവരജംഗമം ക്ഷേത്രക്ഷേത്രജ്ഞ സംയോഗാത് തദ്വിദ്ധി ഭരതർഷഭ. ഹേ ഭരതശ്രേഷ്ഠ, ഇവിടെ കാണപ്പെടുന്ന ചരാചരങ്ങളെല്ലാം ക്ഷേത്രങ്ങളുടെയും ക്ഷേത്രജ്ഞന്മാരുടെയും സംയോഗത്തിൽ നിന്നുളവായതാണ്. സമം സർവേഷു ഭൂതേഷു തിഷ്ഠന്തം പരമേശ്വരം വിനശ്യത്സ്വ വിനശ്യന്തം യ പശ്യതി സ പശ്യതി. സർവശരീരങ്ങളിലും വ്യക്തിഗത ജീവാത്മാവിനോടൊപ്പം പരമാത്മാവിനെ കാണുകയും നശ്വരമായ ശരീരം നശിക്കുമ്പോൾ ജീവാത്മാവും പരമാത്മാവും നശിക്കുന്നില്ലെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നവനാണ് യഥാർത്ഥ കാഴ്ചയുള്ളവൻ. സമം പശ്യൻ ഹി സർവത്ര സമവസ്ഥിതം ഈശ്വരം നഹി നസ്ത്യാത്മനാത്മാനം തതോ യാതി പരാം ഗതിം. എവിടെയും ഏതൊരു ജീവിയിലും ഒരേവിധം കുടികൊള്ളുന്ന പരമാത്മാവിനെ ദർശിച്ചാൽ ആ മനുഷ്യൻ സ്വമനസ്സുകൊണ്ട് സ്വയം അധപ്പതിക്കുന്നില്ല. അങ്ങനെ ഇന്ദ്രിയാതീതമായ ലക്ഷ്യത്തോട് അയാൾ അടുക്കുന്നു.
പ്രകൃത്യൈവ ച കർമാണി ക്രിയമാണാനി സർവശഃ യഃ പശ്യതി തഥാത്മാനം അകർത്താരം സ പശ്യതി. ഭൗതിക പ്രകൃതി സൃഷ്ടമായ ശരീരമാണ് എല്ലാ പ്രവർത്തനങ്ങളും ചെയ്യുന്നതെന്നും ആത്മാവ് ഒന്നും ചെയ്യുന്നില്ലെന്നും അറിയുന്നവനത്രേ യഥാർത്ഥത്തിൽ ദർശിക്കുന്നവൻ. യദാ ഭൂതപൃഥഗ്ഭാവം ഏകസ്ഥം അനുപശ്യതി തത ഏവ ച വിസ്താരം ബ്രഹ്മ സമ്പദ്യത്തെ തദാ. വിവേകശാലിയായ ഒരു മനുഷ്യൻ ഭൗതിക ശരീരങ്ങളുടെ അടിസ്ഥാനത്തിൽ വിവിധ വ്യക്തിഭാവങ്ങളെ കാണുന്നത് നിർത്തുകയും ജീവജാലങ്ങളുടെ ആവിർഭാവങ്ങൾ എങ്ങനെയെന്ന് കാണുകയും ചെയ്യുമ്പോൾ അയാൾ ബ്രഹ്മധാരണയിലെത്തുന്നു. അനാദിത്വാത് നിർഗുണത്വാത് പരമാത്മായം അവ്യയഃ ശരീരസ്ഥോപി കൗന്തേയ ന കരോതി ന ലിപ്യതേ. ശാശ്വതത്വത്തിന്റെ ദർശനം സിദ്ധിച്ചവർക്കറിയാം, അവ്യയനായ ആത്മാവ് ഇന്ദ്രിയാതീതനും സനാതനനും പ്രകൃതിയുടെ ഗുണങ്ങൾക്കതീതനുമാണെന്ന്. ഹേ അർജുന, ഈ ശരീരത്തിൽ വാഴുന്നുവെങ്കിലും ആത്മാവൊന്നും ചെയ്യുന്നില്ല, ഒന്നും അതിനെ ബാധിക്കുന്നതുമില്ല. യഥാ സർവഗതം സൗക്ഷ്മ്യാത് ആകാശം നോപലിപ്യത്തെ സർവത്രാവസ്ഥിതോ ദേഹി തഥാത്മാ നോപലിപ്യത്തെ. ആകാശം സർവവ്യാപിയാണെങ്കിലും അതിന്റെ സൂക്ഷ്മഭാവം മൂലം മറ്റൊന്നിനോടും കൂടി കലരുന്നില്ല. അതുപോലെ ബ്രഹ്മഭാവനയിൽ സ്ഥിതി ചെയ്യുന്ന ആത്മാവും ശരീരത്തിലിരുന്നാലും അതിനോട് ചേരുന്നില്ല. യഥാ പ്രകാശയത്യേകഃ കൃഷ്ണം ലോകം ഇമം രവിഃ ക്ഷേത്രം ക്ഷേത്രീ തഥാ കൃഷ്ണം പ്രകാശയതി ഭാരത. ഭാരതപുത്ര, സൂര്യൻ വിശ്വത്തിലെങ്ങും വെളിച്ചം പരത്തുന്നതുപോലെ ജീവാത്മാവ് ശരീരത്തിൽ ഇരുന്നുകൊണ്ട് അതിനെ അവബോധത്താൽ പ്രകാശമാനമാക്കുന്നു. ക്ഷേത്രജ്ഞയോഃ ഏവം അന്തരം ജ്ഞാനചക്ഷുഷാ ഭൂതപ്രകൃതിമോക്ഷം ച യേ വിദുര്യാന്തി തേ പരം. ശരീരത്തിനും അതിനെ അറിയുന്നവനും തമ്മിലുള്ള വ്യത്യാസം എങ്ങനെയെന്ന് ജ്ഞാനദൃഷ്ടി കൊണ്ട് കാണാനും ഭൗതിക പ്രകൃതിയുടെ ബന്ധത്തിൽ നിന്ന് മുക്തി നേടാനുതകുന്ന പ്രക്രിയ എന്തെന്നറിയാനും കഴിവുള്ളവർ പരമപദം പ്രാപിക്കുന്നു. ഓം തത്സദിതി ശ്രീമദ്ഭഗവദ്ഗീതാസു ഉപനിഷത്സു ബ്രഹ്മവിദ്യായാം യോഗശാസ്ത്രേ ശ്രീകൃഷ്ണാർജുന സംവാദേ ക്ഷേത്രക്ഷേത്രജ്ഞവിഭാഗയോഗോ നാമ ത്രയോദശോऽധ്യായः.